Hi all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ മിച്ചമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ തരാം. നമ്മുടെ പാർലമെന്റിൽ എന്ത് കാര്യവും ചർച്ച ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു ആൾക്കൂട്ടം കൂട്ടിയിട്ട് സംസാരിക്കുന്ന പോലെയല്ല, അതിന് പല പല പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം സഭയിൽ ഉന്നയിക്കണമെങ്കിൽ അത് പല രീതിയിലുള്ള മോഷൻസ് മുന്നോട്ട് വെച്ചിട്ടായിരിക്കണം. ഓക്കെ, അപ്പം ഒരു കാര്യം വെറുതെ നമുക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല. അതിന് എന്ത് കാര്യം ഉന്നയിക്കണമെങ്കിലും ഏതൊരു മെമ്പറിനും എന്ത് കാര്യം ഉന്നയിക്കണമെങ്കിലും ഒരു മോഷൻ മുന്നോട്ട് വെക്കണം. അപ്പം പല മോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ അവർ, 0 അവർ, പിന്നെ വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മെയിൻ ബിസിനസ്സാണ് ഈ പാർലമെന്റിന്റെ ഈ മോഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ മോഷൻ മുന്നോട്ട് വെക്കുമ്പോഴാണ് അത് പാസ്സായിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്, വിപുലമായിട്ട് ഫോർമലായിട്ട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട്. നമ്മൾ ആ മോഷൻസിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളിംഗ് അറ്റൻഷൻ മോഷനാണ്. ഇതിന്റെ കറക്റ്റ് മലയാളം എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കോളിംഗ് അറ്റൻഷൻ മോഷൻ ഉണ്ട്, അഡ്ജോൺമെന്റ് മോഷൻ ഉണ്ട്, നോൺ കോൺഫിഡൻസ് മോഷൻ ഉണ്ട്, കോൺഫിഡൻസ് മോഷൻ ഉണ്ട്, സെൻഷർ മോഷൻ ഉണ്ട്, മോഷൻ ഓഫ് താങ്ക്സ് ഉണ്ട്. നമ്മൾ ഇത്രയും മോഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ നല്ല മലയാളം വാക്കുകളുണ്ട്. അതായത് എനിക്ക് ഗൂഗിളിലൊന്നും തപ്പിട്ട് കിട്ടിയില്ല. ഇനി ഞാൻ മാറി തെറ്റി പോകുന്നു പഠിച്ചിട്ടാണ് ഞാൻ പിന്നെ പറയാഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് അതറിയാമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഒരു പബ്ലിക് ഇഷ്യൂയിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയുള്ള മോഷനാണ് എന്ത് കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും 0 അവർ പോലെ തന്നെ ഇന്ത്യൻ ഇന്നോവേഷനാണ്. ഇന്ത്യക്കാരാണ്, നമ്മുടെ പാർലമെന്റേറിയൻസ് ആണ് ഈ ഒരു പരിപാടി കണ്ടുപിടിച്ചത്. 0 അവർ റൂൾസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, നമ്മുടെ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പല കാര്യങ്ങളും അതിൽ എഴുതിയ ക്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂൾസ് ആൻഡ് പ്രൊസീജിയറിൽ 0 അവറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈവൻ ദോ നമ്മുടെ തന്നെ ഇന്നോവേഷനാണ് ഈ കോളിംഗ് അറ്റൻഷൻ മോഷൻ, പക്ഷേ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അൺലൈക്ക് 0 അവർ, കോളിംഗ് അറ്റൻഷൻ മോഷൻ ഈസ് മെൻഷൻഡ് ഇൻ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് പാർലമെന്റ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം ഇതൊരു ഇന്ത്യൻ ഇന്നോവേഷനാണ്. ഒരു മന്ത്രിയെ, പ്രത്യേകിച്ച് ഒരു മിനിസ്റ്ററിനെ, അതിപ്പോൾ ലോക്സഭയിലാണെങ്കിലും അല്ലെങ്കിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും ഈ രണ്ടിടത്തും നടക്കുന്ന കാര്യമാണിത്, ലെജിസ്ലേച്ചറിൽ നടക്കുന്ന കാര്യമാണിത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഒരു മന്ത്രിയുടെ ഒരു ഈ അർജന്റ് ആയിട്ടുള്ള അറ്റൻഷൻ ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി മെമ്പേഴ്സ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ കോളിംഗ് അറ്റൻഷൻ മോഷൻ. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോവിഡിന്റെ സമയത്ത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സഭ കൂടുമ്പോൾ ഹെൽത്ത് മിനിസ്റ്ററിനെ ഏറ്റവും അടിയന്തരമായിട്ട് ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ PPE കിറ്റിൻ്റെയോ അല്ലെങ്കിൽ സാനിറ്റൈസറിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെട്ടെന്നൊരു കാര്യം, അല്ലെങ്കിൽ ആശുപത്രിയുടെ കാര്യങ്ങളോ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളോ ഇതൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ ആ മന്ത്രിയെ പ്രത്യേകം ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് ശ്രദ്ധ പിടിച്ചു വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറയുന്ന കാര്യമായിരിക്കും ഈ കോളിംഗ് അറ്റൻഷൻ മോഷൻ വഴി. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതാണ് കോളിംഗ് അറ്റൻഷൻ മോഷൻ. അത് ഒരു ഇന്ത്യൻ ഇന്നോവേഷൻ ആണെന്നുള്ളത് ഓർക്കുക. അത് റൂൾസ് ആൻഡ് പ്രൊസീജിയർ ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്ജോൺമെന്റ് മോഷൻ പഠിക്കുമ്പോൾ അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സ്പീക്കറിന് അഡ്ജോൺമെന്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോക്സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത് സ്കൂൾ വിടുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. അതായത് എല്ലാ ദിവസവും സ്കൂൾ അടയ്ക്കുമല്ലോ. ഓക്കെ, അപ്പം 4 മണി കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കും, നെക്സ്റ്റ് ഡേ സ്കൂൾ കൂടും അല്ലേ, സ്കൂൾ പിന്നെയും തുറക്കും, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ സ്കൂൾ അടച്ചു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്ക് വരുമ്പോൾ അതിനെ അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് സ്പീക്കർ എന്ത് ചെയ്യും, സ്കൂൾ കൂട്ടിയിട്ട് അങ്ങ് പോകുന്ന പോലെ എന്ത് ചെയ്യും, സ്പീക്കർ സഭ കൂട്ടിയിട്ട് അങ്ങ് പോകും നെക്സ്റ്റ് ഡേ കൂടാൻ വേണ്ടി. അപ്പോൾ അതിനെ അഡ്ജോൺമെന്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ അഡ്ജോൺമെന്റ് മോഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും അഡ്ജോൺമെന്റ് മോഷനും തമ്മിൽ മാറിപ്പോകരുത്. പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിലുള്ളവർക്ക് ഇത് ഈസി ആയിരിക്കും, പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്ക് ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് മലയാളം അറിയത്തില്ല ഇതിന്റെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു പ്രമേയമാണ്. അഡ്ജോൺമെന്റ് മോഷൻ ഒരു പ്രമേയമാണ്. മോഷൻ മീൻസ് പ്രമേയം എന്ന് തോന്നുന്നു. അപ്പോൾ അത് പ്രമേയം, മറ്റേത് അഡ്ജോൺമെന്റ്, സഭ നിർത്തിവെക്കുന്ന ഒരു പരിപാടിയാണ് നെക്സ്റ്റ് ഡേ കൂടാൻ വേണ്ടി. ഓക്കെ, അതിനൊരു കണ്ടിന്യൂൻസ് ഉണ്ട്. പക്ഷെ അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മെമ്പേഴ്സ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമാണ് അഡ്ജോൺമെന്റ് മോഷൻ. അത് മാറിപ്പോകാൻ നോക്കണം. ഓക്കെ, അഡ്ജോൺമെന്റ് മോഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 50 പേരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, 50 പേര് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനൊരു മോഷൻ സഭയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെന്റ് ടു ഡ്രോ അറ്റൻഷൻ ഓഫ് ദ ഹൗസ് ടു എ definite matter of urgent public importance and need the support of 50 members to be admitted. ഓക്കെ, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി സഭ
സഭയുടെ മുഴുവൻ അറ്റൻഷനും കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഏത് അഡ്ജോർൺമെന്റ് മോഷൻ. കോളിംഗ് അറ്റൻഷൻ മോഷന്റെ പ്രത്യേകത എന്താണ്? ഒരൊറ്റ മന്ത്രിയുടെ മാത്രം അറ്റൻഷൻ ആയിരിക്കും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ. പക്ഷെ അഡ്ജോർൺമെന്റ് മോഷന്റെ കാര്യം എന്ന് പറയുന്നത് അത് സഭയുടെ മുഴുവൻ ശ്രദ്ധ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു മോഷനാണ് എന്ത്? അഡ്ജോർൺമെന്റ് മോഷൻ. ഇത് ചുമ്മാതെ പറ്റത്തില്ല. 50 പേര് ഇത് സൈൻ ചെയ്ത് അതൊക്കെ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ, 50 പേര് ഇതിന് അനുകൂലമായിട്ട് ഓൾറെഡി സൈൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു മോഷൻ അവതരിപ്പിക്കാൻ പോലും പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് എന്ത് സംഭവിക്കും? സഭ നിർത്തിവെക്കലും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പിന്നോടിയായിട്ടുണ്ടാകും. ഓക്കെ, അല്ല മുന്നോടിയായിട്ടുണ്ടാകും. അപ്പോൾ സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയൊക്കെ ഈ അഡ്ജോർൺമെന്റ് മോഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഉണ്ടാകും. ആസ് ഇറ്റ് interrupts the normal business of the house, it is granted as an extraordinary device. കണ്ടോ, ഒരു സഭ കൂടുക എന്ന് പറയുന്നത് ഓരോ തീരുമാനങ്ങൾ എടുക്കാനാണ്. പക്ഷെ ആ തീരുമാനങ്ങൾ എടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ അന്ന് ചെയ്തതിന്റെ ബാക്കി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ തന്നെ ഒരു പർട്ടിക്കുലർ തീരുമാനത്തെക്കുറിച്ച് ഇരുന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ഓക്കെ, അഡ്ജോർൺമെന്റ് മോഷന്റെ സമയത്ത്, അതായത് ഒരു സഭയിലൊക്കെ എന്താണ് ഈ എക്സിക്യൂട്ടീവ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾ ആദ്യം ബാക്കിയുള്ളതൊക്കെ വിട്, ഈ ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്ന ഒരു മോഷനാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജോർൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ആൻ എലമെന്റ് ഓഫ് സെൻഷർ അഗേൻസ്റ്റ് ഗവൺമെന്റ് ആൻഡ് ഹെൻസ് രാജ്യസഭ ഇസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് ദ യൂസ് ഓഫ് ദിസ് ഡിവൈസ്. ഓക്കെ, അപ്പം രാജ്യസഭയിൽ അഡ്ജോർൺമെന്റ് മോഷൻ ഇല്ല. എന്താണ്? രാജ്യസഭയിൽ അഡ്ജോർൺമെന്റ് മോഷൻ ഇല്ല. ഇതുപോലെ രാജ്യസഭയിൽ ഇല്ലാത്ത 1-2 മോഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ 2.5 മണിക്കൂറിൽ കൂടുതൽ അഡ്ജോർൺമെന്റ് മോഷൻ മുന്നോട്ട് പോകത്തില്ല. കാരണം എന്താ? ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ നിർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സഭയുടെ ഡെയിലി ബിസിനസ്സിനെ അത് ഇന്ററപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈസ് ആണ്. ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അത് 2.5 മണിക്കൂറാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, അഡ്ജോർൺമെന്റ് മോഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് സഭയുടെ മൊത്തത്തിലുള്ള പാർലമെന്റിന്റെ മുഴുവൻ എന്താണ് ശ്രദ്ധയും, പ്രത്യേകിച്ച് ലോക്സഭ എന്ന് തന്നെ പറയാം, കാരണം അത് രാജ്യസഭയിൽ അവൈലബിൾ അല്ല. അപ്പം ലോക്സഭയുടെ മുഴുവൻ ശ്രദ്ധയും അല്ലെങ്കിൽ നിയമസഭയുടെ മുഴുവൻ ശ്രദ്ധയും ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു മോഷനാണ് അഡ്ജോർൺമെന്റ് മോഷൻ. ഈ അഡ്ജോർൺമെന്റ് മോഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 50 പേര് ബാക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു മോഷൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് സഭ നിർത്തിവെച്ചിട്ട് വരെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് 2.5 മണിക്കൂറേ നീളത്തുള്ളൂ. അത് നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കണം. ഒരു ദിവസം അനിശ്ചിത കാലത്തേക്കുള്ള നിർത്തിവെക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഒരു പർട്ടിക്കുലർ ടൈമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പോളിസിക്കൊക്കെ എതിരെ എംപിമാരും പ്രതിപക്ഷത്തുള്ളവരൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ് ഈ അഡ്ജോർൺമെന്റ് മോഷൻ. ഓക്കെ, അപ്പം ഇപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിവാദങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ ഈ മോഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദ റൈറ്റ് ടു മൂവ് എ മോഷൻ ഫോർ ആൻ അഡ്ജോർൺമെന്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദി ഹൗസ് ഈസ് സബ്ജക്ട് ടു ദ ഫോളോയിങ് റെസ്ട്രിക്ഷൻ. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ അഡ്ജോർൺമെന്റ് എന്ന് പറയുന്നത് തന്നെ നിർത്തിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജോർൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് സഭ നിർത്തിവെച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ അത് പഠിക്കാൻ. മറ്റേ അഡ്ജോർൺമെന്റ് തന്നെ വെറും അഡ്ജോർൺമെന്റ് തന്നെ ഒരു ദിവസത്തെ ബിസിനസ് കഴിഞ്ഞു, അതിനെ എല്ലാവരും വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നതാണ് ഒരു അഡ്ജോർൺമെന്റ്. ഇതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് തടസ്സപ്പെടുത്തി അതിന്റെ ഇടയിൽ കൂടെ വേറൊരു വലിയ കാര്യം സംസാരിക്കുന്നതിന് അഡ്ജോർൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് ഇത് എംപിമാർ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. സഭയെ മുഴുവനും ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ. മറ്റേത് സ്പീക്കർ പറയുന്നതാണ് അഡ്ജോർൺമെന്റ്. ഓക്കെ, അതൊക്കെ ഓർക്കണേ. അതുപോലെ അഡ്ജോർൺമെന്റ് സൈൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഓർക്കുക. ഓക്കെ, ഇനി അതിന്റെ ചില കാര്യങ്ങളുണ്ട്. ഇറ്റ് ഷുഡ് റേസ് എ മാറ്റർ വിച്ച് ഈസ് ഡെഫിനറ്റ് ഫാക്ച്വൽ അർജന്റ് ആൻഡ് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. അതായത് പെട്ടെന്ന് കോവിഡിന്റെ സമയം തന്നെ ഓർക്കുക, പെട്ടെന്നൊരു കോവിഡ് വന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒക്കെ ഇതിന് ഓക്കെയാണ്. ഇറ്റ് ഷുഡ് നോട്ട് കവർ മോർ ദാൻ 1 മാറ്റർ. അപ്പം 1 മാറ്റർ മാത്രമേ ഇതിന് പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് 1 മാറ്ററിനെ ഈ അഡ്ജോർൺമെന്റ് മോഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ലോകത്തുള്ള എല്ലാ കാര്യവും അഡ്ജോർൺമെന്റ് മോഷൻ വഴി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഓരോ അഡ്ജോർൺമെന്റ് മോഷന് ഒരു മാറ്റർ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ബി എ സ്പെസിഫിക് മാറ്റർ ഓഫ് റീസെന്റ് അക്കറൻസ് ആൻഡ് ഷുഡ് നോട്ട് ബി ഫ്രെയിംഡ് ഇൻ ജനറൽ ടൈംസ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് വേണം, അത് ഈ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമായിരിക്കണം. ഇനി ക്വസ്റ്റൻ ഓഫ് പ്രിവിലേജ്, എന്തുകൊണ്ടാണ് മിനിസ്റ്റർ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പ്രിവിലേജിനെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് നോട്ട് റിവൈവ് ഡിസ്കഷൻ ഓൺ എ മാറ്റർ ദാറ്റ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ദ സെയിം സെഷനിൽ ഓൾറെഡി കോവിഡിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ അഡ്ജോർൺമെന്റ് മോഷൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യത്തിനെ കുറിച്ച് പിന്നെ അഡ്ജോർൺമെന്റ് മോഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, ഒന്ന് കോളിംഗ് അറ്റൻഷൻ മോഷനും പിന്നെ അഡ്ജോർൺമെന്റ് മോഷനും. ഇതിന്റെ മലയാളം എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിരുന്നേനെ ഓർത്ത് വെക്കാൻ.
ഓക്കെ, അപ്പം ഇനി കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും ഈ അഡ്ജോർമെന്റ് മോഷൻ ഇതിന് അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഷുഡ് നോട്ട് റേസ് എനി ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ഇൻ ഡിസ്റ്റന്റ് മോഷൻ. അത് വേറെ ഏതെങ്കിലും ഒരു മോഷൻ വെച്ചിട്ട് ചർച്ച ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻസ് ഉള്ള, അതായത് അഡ്ജോർമെന്റ് മോഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പം ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ മോഷൻ വഴിയും എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വേറെ മോഷൻ വഴി ഡിസ്കസ് ചെയ്യാനുള്ള അത്ര ബലമേ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനുള്ളെങ്കിൽ നമ്മൾ അത് അഡ്ജോർമെന്റ് മോഷനായിട്ട് ഇമ്മീഡിയറ്റ്ലി പോയി ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോളിംഗ് അറ്റൻഷൻ മോഷനെ കുറിച്ചും പിന്നെ ഈ അഡ്ജോർമെന്റ് മോഷനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, നോൺ കോൺഫിഡൻസ് മോഷൻ. ഇതിന്റെ മലയാളം എനിക്കറിയാം, അവിശ്വാസ പ്രമേയം. അവിശ്വാസ പ്രമേയം എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെതിരെ പ്രതിപക്ഷത്തുള്ള എല്ലാവരും കൂടെ ഒരു മോഷൻ മുന്നോട്ട് വെക്കുകയാണ്. ആ മോഷൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ മന്ത്രിസഭ താഴെ വീഴും. ഓക്കെ, അപ്പോൾ പുതിയ മന്ത്രിസഭ കൊണ്ടുവരേണ്ടി വരും. അപ്പം അവിശ്വാസ പ്രമേയത്തിൽ മന്ത്രിസഭ മാത്രമേ താഴെ വീഴത്തുള്ളൂ, ലോക്സഭ മുഴുവൻ താഴെ വീഴില്ല എന്നും കൂടെ ഓർക്കുക. ഓക്കെ, അപ്പം ഇതൊരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ബൈ പാസിംഗ് നോൺ കോൺഫിഡൻസ് മോഷൻ, അതായത് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത് വഴി ലോക്സഭ മുഴുവൻ താഴെ വീഴുമെന്ന് വല്ല ഓപ്ഷൻ കണ്ടാൽ ഒരിക്കലും വിചാരിക്കരുത്, അത് തെറ്റാണ്. അത് വീഴുന്ന എന്താണ് അതിന്റെ ശരിയായ ഉത്തരം? മന്ത്രിസഭ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് താഴെ വീഴത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 75 of the Constitution says that the Council of Ministers shall be collectively responsible to ലോക്സഭ. ഇത് ലോക്സഭയിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, ഇതുപോലെ തന്നെ അഡ്ജോർമെന്റ് മോഷൻ പോലെ തന്നെ. അപ്പോൾ ബോത്ത് അഡ്ജോർമെന്റ് മോഷൻ ആൻഡ് നോൺ കോൺഫിഡൻസ് മോഷൻസ് ആർ ഓൺലി അവൈലബിൾ ടു ലോക്സഭ. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 75 ആണ്. ആർട്ടിക്കിൾ 75 പറഞ്ഞിട്ടുണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് നോക്കിയാൽ മതി ആർട്ടിക്കിൾ 75 കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് മിനിസ്ട്രി stays in office so long as it enjoys confidence of the majority of the members of Lok Sabha. അതായത് അവിശ്വാസ പ്രമേയമാണിത്. അതായത് എനിക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വിശ്വാസമില്ല എന്ന് ലോക്സഭയുടെ, അതായത് ലെജിസ്ലേച്ചറിന്റെ അത്രയും ആളുകൾ പറയുകയാണെങ്കിൽ, നിയമം ഉണ്ടാക്കുന്ന അത്രയും പേരും ഈ തലപ്പത്തിരിക്കുന്ന എക്സിക്യൂട്ടീവിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവർ താഴെ ഇറങ്ങല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഇത് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോൺഫിഡൻസ്, അതായത് താഴെ നിൽക്കുന്ന നിയമം ഉണ്ടാക്കുന്നവരുടെ ലെജിസ്ലേച്ചറിലുള്ളവരുടെ കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവർ നിൽക്കുന്നത്. അവർക്ക് കോൺഫിഡൻസ് ഇല്ലാന്ന് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ആരോടുള്ള കോൺഫിഡൻസ്? എക്സിക്യൂട്ടീവിലുള്ളവരോട് ഇവർക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എക്സിക്യൂട്ടീവിലുള്ളവർ നിൽക്കുന്നത്. ലെജിസ്ലേച്ചറിലുള്ളവർക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ വിശ്വാസമില്ല എക്സിക്യൂട്ടീവിലുള്ളവരോട് എന്നുള്ളത് തെളിയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവിലുള്ള എല്ലാവരും രാജിവെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ എന്നൊക്കെ ഉള്ളത്, അപ്പം ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിരുന്ന് കേൾക്കാം. ഓക്കെ, it means that the ministry stays in the office so long as it enjoys confidence of the majority of the members of the Lok Sabha. In other words, the Lok Sabha can remove the ministry from the office by passing a non-confidence motion. ഇതും എന്താണ്? 50 പേരെങ്കിലും 50 പേരുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു നോൺ കോൺഫിഡൻസ് മോഷനും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത് കോൺഫിഡൻസ് മോഷൻ. കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമേയം. അതായത് ഒരു മന്ത്രിസഭ മുന്നോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിൽ എന്ത് ചെയ്യണം? അവരവരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത തെളിയിക്കണം. അത് ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യണം? വോട്ട് ഭൂരിപക്ഷത്തിൽ അവരുടെ വിശ്വാസ പ്രമേയം പാസ്സാക്കി അവർക്ക് ആ ഒരു പകുതിയിൽ കൂടുതൽ വോട്ട് അവർക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു മന്ത്രിസഭയെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഒരു എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. ദ മോഷൻ ഓഫ് കോൺഫിഡൻസ് ഹാസ് കം up as a new procedural device to cope the emerging situation of fractured mandate resulting in the hanged parliament. ഹാങ് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ തൂക്ക് മന്ത്രിസഭകളുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് പാർലമെന്റിൽ ഒരൊറ്റ സിംഗിൾ പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷം ഒന്നും കിട്ടിയിരുന്നില്ല. 3-4 പാർട്ടികളുണ്ട്, ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ 3-4 പാർട്ടികൾ ഒരുമിച്ച് എന്ത് സംഭവിക്കും? കോയിലീഷൻ. അതിന്റെ അർത്ഥം എന്താ? ഒരുമിച്ച് കൂടും, അലയൻസസ് ഫോം ചെയ്യും. അപ്പൊ ഈ അലയൻസസ് ഫോം ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഓരോ ഗ്രൂപ്പാണ്, 3-4 പാർട്ടികൾ നമ്മളെല്ലാവരും കൂടെ 2 പേര് കൂടിയിട്ട് ഒരു ടീമായിട്ട്, ആ ടീമായിരിക്കും മന്ത്രിസഭ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മന്ത്രിസഭയെ ബാക്കിയുള്ള ടീമിലില്ലാത്ത, അതായത് മന്ത്രിസഭയാകാൻ പോയ പാർട്ടികളുടെ അല്ലാത്ത ടീമിലുള്ള വേറെ ആളുകൾ കാണുമല്ലോ. അപ്പം ആ ടീമിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയും. അപ്പൊ ഇവർ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നൊരു സംഭവമാണ് കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസ വോട്ടെടുപ്പിൽ ഇവർ താഴെ വീണാൽ ആ ഒരു മന്ത്രിസഭ ഒരിക്കലും ഫോം ആവില്ല. The governments are formed with wafer thin majority have been called upon the president to prove their majority on the floor. അതായത് 2, 3, 4 പാർട്ടികൾ എല്ലാവരും കൂടെ മിക്സ് ചെയ്തൊരു ഗവൺമെന്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൂടി ഇങ്ങനെ 3-4 കഷ്ണങ്ങളെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരു വിധത്തിൽ ഇങ്ങനെ
പിടിച്ച് ഒരു പാർട്ടി ഒരു ഗവൺമെന്റ് ഫോം ചെയ്താൽ ആ ഗവൺമെന്റിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് പ്രസിഡന്റിന്റെ ഡൗട്ട് അടിക്കാം. അപ്പൊ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഒരു വിശ്വാസം വോട്ടെടുപ്പ് നടക്കാൻ പറയും. അപ്പൊ ആ 3-4 പാർട്ടിയിലുള്ള എല്ലാവരും ഇവരെ പിന്താങ്ങുകയാണെങ്കിൽ ഇവർക്ക് മന്ത്രിസഭ തുടങ്ങാം. ഈ 3-4 പാർട്ടിയിലുള്ള ആളുകൾ അവരെ പിന്താങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷം അവരെ പിന്താങ്ങിയില്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭ താഴെ വീഴും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു കോൺഫിഡൻസ് മോഷന്റെ കാര്യം എന്ന് പറയുന്നത്. ഇഫ് ദ കോൺഫിഡൻസ് മോഷൻ ഈസ് നെഗറ്റീവേറ്റഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോൾ ഓഫ് ഗവൺമെന്റ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അടുത്തത് സെൻഷർ മോഷൻ. സെൻഷർ മോഷൻ എന്ന് പറയുന്നതും നോൺ കോൺഫിഡൻസ് മോഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെൻസർ മോഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് സെൻസർ മോഷൻ. ബേസിക്കലി നോൺ കോൺഫിഡൻസ് മോഷനും സെൻസർ മോഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ നോൺ കോൺഫിഡൻസ് മോഷനിൽ എന്ത് സംഭവിക്കുന്നു? മന്ത്രിസഭ താഴെ വീഴും, അത് വോട്ടിന് വന്ന് പാസ്സാക്കാനാണ്. പക്ഷേ സെൻസർ മോഷനിൽ അത് സംഭവിക്കുന്നില്ല. ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദ റീസൺ ഫോർ ഇറ്റ്സ് അഡോപ്ഷൻ ഇൻ ദ ലോക്സഭ. സെൻസർ മോഷന് എന്ത് ചെയ്യണം? ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഒരു മോഷൻ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത് മെയിനായിട്ടും മന്ത്രിസഭയിലുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മോഷനാണ്. അത് അതിന്റെ കാരണങ്ങളടക്കം കാണിച്ചാൽ മാത്രമേ ആ മോഷൻ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അഗേൻസ്റ്റ് an individual minister or a group of minister or the entire council of minister. ഓക്കെ, അപ്പം ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അഗെയിൻസ്റ്റ്, അതായത് സെൻഷർ മോഷൻ എന്ന് പറയുന്നത് ഒരു മന്ത്രിക്കെതിരോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ മുഴുവനായിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മൂവ്ഡ് ഫോർ സെൻഷറിങ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഫോർ സ്പെസിഫിക് പോളിസീസ് ആൻഡ് ആക്ഷൻ. അപ്പം ഏതൊക്കെ മന്ത്രി എന്തൊക്കെ കാര്യത്തിനാണ് ഒരു സ്പെസിഫിക് ആയിട്ട് തന്നെ വേണം ഈ ഒരു മോഷൻ മുന്നോട്ട് നീക്കുമ്പോൾ പറയാനുള്ളത്. ഇത് പാസ്സാക്കിയാലും മന്ത്രിസഭ താഴെ വീഴില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് സെൻസർ മോഷനിൽ പറയാനുള്ളത്. സെൻസർ മോഷൻ സാധാരണ ഒരു മോഷൻ, നോൺ കോൺഫിഡൻസ് മോഷൻ പോലെ തന്നെ ഒരു മോഷനാണ്. പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് സെൻസർ മോഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഓർമ്മ തന്നെ എന്താ സംഭവം? കോൺഫിഡൻസ് മോഷൻ, നോൺ കോൺഫിഡൻസ് മോഷൻ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പോയിന്റ് ഓഫ് ഓർഡർ ആണ്. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് എ മെമ്പർ ക്യാൻ റൈസ് എ പോയിന്റ് ഓഫ് ഓർഡർ വെൻ ദ പ്രൊസീഡിംഗ് ഓഫ് ദി ഹൗസ് ഡു നോട്ട് ഫോളോ ദ നോർമൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. നേരെ ചൊവ്വേ അല്ല സഭ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് മെമ്പറിനും പോയിന്റ് ഓഫ് ഓർഡർ റൈസ് ചെയ്യാം. അതായത് ഓർഡർ തെറ്റിയാണ് സഭ പോകുന്നതെങ്കിൽ ഇങ്ങനൊന്നും അല്ല, ഇതെന്തൊരു ഓർഡറിലായി, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഏതെങ്കിലും ഒരു മെമ്പറിന് അടിച്ചാൽ ആ മെമ്പറിന് പോയിന്റ് ഓഫ് ഓർഡർ റൈസ് ചെയ്യാമെന്നുള്ള കാര്യം മാത്രം ഓർക്കാൻ മതി. ചിലപ്പം ഒരു ഡെഫിനേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ദിസ് ഈസ് എ ഡിവൈസ് ദാറ്റ് എ മെമ്പർ ക്യാൻ റൈസ് എ പോയിന്റ് റൈസ് ദിസ് when the proceeding of the house do not follow the normal rules and procedures. അതായത് ഒരു ഹൗസിന്റെ ഏതെങ്കിലും ഹൗസിന്റെ പ്രൊസീഡിംഗ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല നടക്കുന്നത് എന്ന് കാണുമ്പോൾ ഏത് മെമ്പറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസ് എന്താണെന്ന് ചോദിച്ചാൽ അത് പോയിന്റ് ഓഫ് ഓർഡർ ആണ് എന്ന് ഒന്ന് ഓർക്കണം. അതിന് ചിലപ്പോൾ കോളിംഗ് അറ്റൻഷൻ മോഷനോ കോൺഫിഡൻസ് മോഷനോ ഒക്കെ ഓപ്ഷൻ വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോയിന്റ് ഓഫ് ഓർഡർ ആണ്. എന്താണ്? സഭയിൽ ഓർഡർ തെറ്റി കാര്യങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു എംപിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയ്യോ ഇതെന്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ഉള്ള കാര്യം ബാക്കിയുള്ളവരെ വിളിച്ച് കേൾപ്പിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ വിളിച്ച് അതിന്റെ ശ്രദ്ധ അതിലേക്ക് ചെലുത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ എനി MP എന്നുള്ളത് കൂടെ ഓർക്കാം. പോയിന്റ് ഓഫ് ഓർഡറിന് ശേഷം ഒരു ഡിബേറ്റും ഫോളോ ചെയ്യത്തില്ല ഒന്ന്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കറിനെയാണ് ഈ ഒരു കാര്യം കൂടുതലായിട്ടും സ്പീക്കറിന്റെ ശ്രദ്ധ എടുത്തുന്നതിന് വേണ്ടിയാണ് കൂടുതലായിട്ടും ഈ ഒരു സംഭവം വരുന്നത്. ഒപ്പോസിഷനിൽ നിന്നുള്ളവരായിരിക്കും പോയിന്റ് ഓഫ് ഓർഡർ പ്രധാനമായിട്ടും ഗവൺമെന്റിനെതിരെ എന്നുള്ള രീതിയിൽ ഇത് ഈ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, പോയിന്റ് ഓഫ് ഓർഡർ എന്താണെന്ന് പഠിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ മോഷൻ ഓഫ് താങ്ക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് പ്രസിഡന്റ് ആണ് നടത്തുന്നതെന്ന് ഓർക്കുക. എല്ലാ ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻ ആൻഡ് ദ ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ദ ബഡ്ജറ്റ് സെഷന് ശേഷം അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ, ഇത്ര ഓർക്കാൻ മതി. ഫിസിക്കൽ ഇയർ ഉണ്ടല്ലോ, ഏതൊക്കെ മാസം? ഏപ്രിൽ ടു മാർച്ച് അല്ലേ? അത് മാർച്ച് ടു ഏപ്രിൽ ആണ്. ഫിസിക്കൽ ഇയർ എന്ന് പറയുന്ന ഒരു ഇയർ ഉണ്ടല്ലോ. ഫിസിക്കൽ ഇയർ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് സെഷനും അല്ലെങ്കിൽ ഒരു വർഷം ഒരു ജനറൽ ഇലക്ഷന് ശേഷമുള്ള ഫസ്റ്റ് സെഷന്റെ സമയത്ത് പ്രസിഡന്റ് വന്ന് പ്രസിഡൻഷ്യൽ അഡ്രസ് കൊടുക്കും. അതിനെയാണ് ഈ മോഷൻ ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻ ദിസ് അഡ്രസ് ദ പ്രസിഡന്റ് ഔട്ട്ലൈൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, ഇപ്പം ഇത്രേ ഉള്ളൂ. അത് പണ്ട് ബ്രിട്ടന്റെ കാലത്ത് ബ്രിട്ടന്റെ ത്രോൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ചെയ്യുന്നത്. മോഷൻ ഓഫ് താങ്ക്സ് എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് ഇതിലെ പരിപാടി? എല്ലാ ജനറൽ ഇലക്ഷന് ശേഷം ഇപ്പോൾ BJP ഗവൺമെന്റ് തേർഡ് ടേം കയറിയല്ലോ. അപ്പം അങ്ങനെ കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് സെഷൻ വരുമല്ലോ, അവർ ഫസ്റ്റ് ഒന്ന് കയറിയിട്ട് ആ ഒരു സെഷൻ തുടങ്ങും. ആ സെഷൻ തുടങ്ങുമ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കാണും. ഫസ്റ്റ് സെഷൻ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴുള്ള ഫസ്റ്റ് സെഷനിൽ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കാണും. അതുപോലെ തന്നെ ഫിസിക്കൽ ഇയറിന്റെ ഫസ്റ്റ് സെഷനിലും എന്തുണ്ടായിരിക്കും? എല്ലാ വർഷവും ഒരു ഫിസിക്കൽ ഇയർ കാണുമല്ലോ.
അപ്പോൾ ആ ഫിസിക്കൽ ഇയറിന്റെ ഫസ്റ്റ് സെഷനിൽ മോഷൻ ഓഫ് താങ്ക്സ്, അതായത് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്, പ്രസിഡന്റിന്റെ അഡ്രസ്സ്, ഗവൺമെന്റിന്റെ പോളിസീസിനെയാണ് കൂടുതലായിട്ടും അതിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ളൂ. വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടി വന്നു, അത് കാരണം ഞാൻ ബാക്കി പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാം. അതിൽ പബ്ലിക് ബില്ല്, മണി ബില്ല്, പ്രൈവറ്റ് ബില്ല്, ഇതിൻ്റെ ഒക്കെ വ്യത്യാസം പറയുന്നതായിരിക്കും. പിന്നെ പ്രസിഡന്റിന്റെ ആക്സെന്റിനൊക്കെ പറയുന്നതായിരിക്കും. ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.